ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള പുതിയൊരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കേരള ഹൈക്കോടതിയിലാണ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 39,300 മുതൽ 83,000 രൂപ വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. 4/2024 കാറ്റഗറി നമ്പറിൽ 4 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഇത് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. 5/2024 കാറ്റഗറി നമ്പറിൽ 41 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് നടത്തുന്നത്. ഏജ് ലിമിറ്റ് വരുന്നത് 2/1/1958 1/1/2006 ഇടയിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC/ST OBC വിഭാഗക്കാർക്കൊക്കെ അതിൻ്റേതായ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 50% മാർക്കിൽ കുറയാതെയുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ലോ ഡിഗ്രിയാണ്. കൂടാതെ ഡിസേബിൾ ക്വാളിഫിക്കേഷനായിട്ട് കമ്പ്യൂട്ടർ ഓപ്പറേഷനിലുള്ള നോളജും ഉണ്ടായിരിക്കണം. ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ നോക്കുകയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്, ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ ഉണ്ടായിരിക്കുക. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വരുന്നത്. ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് വീതമാണ് ഉണ്ടായിരിക്കുക. തെറ്റുത്തരത്തിന് 1/4 മാർക്ക് ഡിഡക്റ്റ് ചെയ്യുന്നതാണ്. 75 മിനിറ്റാണ് ടൈം ഡ്യൂറേഷൻ വരുന്നത്. സിലബസ് നോക്കുകയാണെങ്കിൽ ജനറൽ ഇംഗ്ലീഷ് 50 മാർക്ക്, ജനറൽ നോളജ് 40 മാർക്ക്, ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ് 10 മാർക്ക് ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റാണ് വരുന്നത്. 60 മിനിറ്റാണ് ടൈം ഡ്യൂറേഷൻ വരുന്നത്. 60 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഉണ്ടായിരിക്കുക. പ്രിസീസ്, കോംപ്രിഹെൻഷൻ ആൻഡ് ഷോർട്ട് എസ്സേസ് ആണ് വരുന്നത്. ഇൻ്റർവ്യൂ 10 മാർക്കിനാണ് ഉണ്ടായിരിക്കുക. ഇംഗ്ലീഷിലാണ് എക്സാമിനേഷൻ വരുന്നത്. ഇനി ഇതിലേക്കൊരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ വരുന്നത്. SC/ST വിഭാഗക്കാർക്കും അൺഎംപ്ലോയിഡ് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫീ ആവശ്യമില്ല. അവർക്ക് ജസ്റ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങളിലുണ്ട്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. www.hckrecruitment.keralacourts.in എന്ന വെബ്സൈറ്റ് വഴി വേണം അപ്ലൈ ചെയ്യുവാൻ. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1 ടൈം രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ 1 ടൈം രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേണം അപ്ലൈ ചെയ്യുവാൻ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും അവരുടെ ഫോൺ നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രവൃത്തി ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.